തുർക്കി വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ഫസ്റ്റ് ഡേ കവർ ചെയ്ത ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അതിൽ ടാക്സിം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ പോയ അവസരത്തിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നിറയെ പോലീസും അപ്പുറത്തെ ജാഥകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ റൂമിലേക്കുള്ള സ്ട്രീറ്റ് വ്യൂ ആണിത്. അതിലൂടെ നടന്ന് റൂമിൽ പോകുന്നുണ്ട്. ടാക്സിം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് റൂം വരുന്നത്. ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഇത് ആ വഴി പോകുമ്പോൾ കണ്ട ഒരു ചർച്ചാണ്. അപ്പോൾ അതും കണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ റൂമിലെത്തി. അതിന് ശേഷം ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഗലാട്ട ടവർ എന്ന് പറയുന്ന ഇത് കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ആ ലൊക്കേഷൻ കാണാനായിട്ട് ഈവനിങ്ങിൽ പോയി. നല്ല പോലെ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ തുർക്കി പോലുള്ള ഒരു യൂറോപ്യൻ ടച്ചുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇസ്താംബുൾ ഒരു ബെസ്റ്റ് പ്ലേസാണ്. നമുക്ക് കാണുമ്പോൾ അവിടുത്തെ ബിൽഡിങ്ങുകളായാലും റോഡുകളായാലും സ്ട്രീറ്റ് എല്ലാതും നമുക്കൊരു യൂറോപ്യൻ കൾച്ചർ കിട്ടുന്നതാണ്. ഇത് മോർണിംഗ് വ്യൂ ആണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഫെറി ഏരിയയിലൊക്കെ പോയി അവിടെ വെച്ച് 2 ഫോട്ടോസൊക്കെ എടുത്ത് സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു. പർച്ചേസ് ചെയ്യാനും അതുപോലെ രാത്രിയാണ് ഇവിടെ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ളത്. അങ്ങനെ അതിൽ നടന്ന് ഇസ്താംബുൾ എന്ന് പറയുന്ന പ്രദേശം ഏകദേശം കവർ ചെയ്തു. ഞങ്ങൾ ഏകദേശം 10 ദിവസത്തെ യാത്രയാണ്. പ്രത്യേകിച്ച് ടൂർ പാക്കേജുകളൊന്നും എടുക്കാതെ പോകുന്ന ഒരു യാത്രയാണ്. ഇനി ഒരു അവസരം നമുക്ക് എപ്പോൾ എന്നുള്ളത് അറിയില്ലല്ലോ. ഇത് മെയ് മാസത്തിൽ നമ്മുടെ ഇന്ത്യൻ തുർക്കി പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള യാത്രയായിരുന്നു. ഞാനപ്പോൾ ഈ അവസരത്തിൽ ഇത് ഷെയർ ചെയ്യാം എന്ന് കരുതി. ഇത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കറിയാലോ, പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടേതായ എനിക്കത്ര ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയ ഫുഡുകളല്ല. പക്ഷെ ബ്രെഡ് ഉണ്ടായിരുന്നു. ടീ അവർക്ക് ഇതാണ് ബ്ലാക്ക് ടീ ആണ്. മറ്റേതിന് ബ്രിട്ടീഷ് ടീ എന്നാണ് പറയുന്നത്. അങ്ങനെ